ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഷാർജ ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ ചൂട് സമയത്ത് വിശപ്പും ദാഹമൊക്കെ മാറാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മിൽക്ക് ഷേക്കാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറുപഴമാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഞാലിപ്പൂവൻ പഴമാണ്. ഷാർജ ഷേക്കിൽ കദളിപ്പഴം ചേർത്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുണ്ടെങ്കിൽ അത് എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഏത് ചെറുപഴമാണോ ഉള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഏത് പഴമായാലും നമ്മൾ നന്നായിട്ട് പഴുത്ത പഴം തന്നെ എടുക്കാനായിട്ട് നോക്കുക. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ആ പഴത്തിൻ്റെ ഒരു കറച്ചയ ഉണ്ടാവും. ഇനി പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ചെറിയ പഴമായതുകൊണ്ടാണ് 3 എടുത്തിട്ടുള്ളത്. കുറച്ച് വലുപ്പമുള്ളതൊക്കെ ആണെങ്കിൽ 2 എടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പീനട്ട്സ് ആണ്, അതായത് നിലക്കടല. ഒരു 2 ടേബിൾ സ്പൂൺ പീനട്ട്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഷാർജ ഷേക്കിൽ ചേർത്ത് കൊടുക്കുന്ന നിലക്കടലയാണ്. ഇനിയിപ്പോൾ അത് കയ്യിലില്ലെങ്കിൽ കാഷ്യൂനട്ടോ ബദാമോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു 3 ഈത്തപ്പഴം കൂടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ കുരു കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർക്കാം. അപ്പോൾ ഈത്തപ്പഴം ചേർക്കണം നിർബന്ധമില്ല കേട്ടോ, ഞാൻ കയ്യിലുള്ളതുകൊണ്ട് ചേർത്തു എന്ന് മാത്രം. അതിന് ശേഷം ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ചേർക്കാം. ഇപ്പോൾ ബൂസ്റ്റിന് പകരം നമുക്ക് വേണമെങ്കിൽ ഹോർലിക്സ് എടുത്താലും മതി. പിന്നെ ഇനി ആവശ്യത്തിനുള്ള മധുരം ചേർക്കുക. അപ്പോൾ നമ്മൾ പഴമൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അതിൻ്റെയൊക്കെ മധുരം നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കുക. അതിന് ശേഷം അവസാനമായിട്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പാലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാലാദ്യം ഫ്രീസറിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് കട്ടിയൊക്കെ എടുത്തതിന് ശേഷം വേണം ചേർക്കാൻ. അങ്ങനെ ആകുമ്പോഴാണ് നല്ല തിക്കായിട്ടുള്ള മിൽക്ക് ഷേക്കായിട്ട് കിട്ടുള്ളൂ. ഇത് നമുക്ക് പാല് തിളപ്പിച്ചതിന് ശേഷം ഫ്രീസറിൽ വെച്ചിട്ട് കട്ടിയാക്കി എടുക്കാം, അല്ലെങ്കിൽ പാക്കറ്റ് പാൽ ഫ്രീസ് ചെയ്തെടുത്തിട്ട് അങ്ങനെ ചേർത്താലും മതി. ഇത് നമ്മൾ കൂൾ ബാർന്നൊക്കെ കഴിക്കുമ്പോൾ അവർ പാക്കറ്റ് പാൽ അങ്ങനെ ഫ്രീസ് ചെയ്തെടുത്തിട്ട് ചേർക്കുകയാണ് പതിവ്. പാസ്ചറൈസ്ഡ് മിൽക്ക് ആണെങ്കിൽ ആദ്യം നമ്മൾ തിളപ്പിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ ഐസ്ക്രീം ചേർക്കാം കേട്ടോ. വാനില ഐസ്ക്രീമോ ചോക്ലേറ്റ് ഐസ്ക്രീമോ ചേർക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഐസ്ക്രീം ചേർക്കണില്ല. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം 1-2 പ്രാവശ്യം ഒന്ന് വിപ്പ് ചെയ്തെടുക്കുക. ആ പാലൊക്കെ ഐസായിട്ടല്ലേ ഇരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഒന്ന് വിപ്പ് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ആ പീനട്ടും പഴവും എല്ലാം കൂടിയിട്ടൊന്ന് അരയുന്ന രീതിയിൽ ഇതുപോലെ കുറച്ച് തിക്കായിട്ട് അടിച്ചെടുക്കുക. ഒരുപാട് സമയം അടിക്കരുത്, അങ്ങനെയാകുമ്പോൾ അത് ലൂസായി പോവും. അതിന് ശേഷം ഇത് പെട്ടെന്ന് തന്നെ ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. കണ്ടില്ലേ, ഇതുപോലെ നല്ല തിക്കായിട്ടാണ് വേണ്ടത്. കുറച്ച് കഴിയുമ്പോൾ അത് ലൂസായിട്ട് വരും, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കഴിക്കാനായിട്ട് നോക്കുക. ഇനി അവസാനം ഇതിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബൂസ്റ്റും അതുപോലെ കുറച്ച് പീനട്ടും ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ചോക്ലേറ്റ് സിറപ്പൊക്കെ മേലെ ഒഴിച്ചു കൊടുക്കാം, അതുപോലെ തന്നെ ഐസ്ക്രീം വെച്ച് കൊടുക്കാം. അപ്പോൾ ഡെക്കറേഷനൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ നല്ല അടിപൊളി ഷാർജ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു അളവ് വെച്ചിട്ട് നമുക്കൊരു 3 പേർക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് കഴിക്കാം. അത്യാവശ്യം വിശപ്പും ദാഹമൊക്കെ മാറാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മിൽക്ക് ഷേക്കാണ്. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്